അരിത്തമെറ്റിക് സീക്വൻസും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു ചോദ്യവുമായിട്ടാണ് വട്ടക്കൻ സാർ ഇന്ന് വന്നിട്ടുള്ളത്. എൻ സ്ക്വയർ മൈനസ് എൻ എന്ന് പറയുന്നത് സമ്മിന്റെ അൾജിബ്രിക് ഫോം ആണ്. സ്വാഭാവികമായിട്ടും നമുക്ക് എഴുതാം എസ് എൻ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ മൈനസ് 2n എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇതിൽ നമ്മളോട് സബ് ക്വസ്റ്റ്യൻ എ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 10 ടേമിന്റെ സം കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്നിന് പകരം 10 കൊടുക്കണം. ഒന്ന് 10 കൊടുത്ത് x10 ഈസ് ഈക്വൽ ടു ആദ്യത്തെ 10 ടേമിന്റെ സം എന്ന് പറയുന്നത് 10ന്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 10. എന്നിന് പകരം നമ്മൾ 10 കൊടുത്തു. 10ന്റെ സ്ക്വയർ ആരാടാ? 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. 100ൽ നിന്നും 20 കുറച്ചാൽ 80. നമുക്ക് ആദ്യത്തെ 10 ടേമിന്റെ സം കിട്ടി. കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുന്നത് എത്ര എണ്ണം കൂട്ടിയാലാണ് 2499 കിട്ടുകയെന്ന്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് സമ്മിന്റെ അൾജിബ്രിക് ഫോം ആയിട്ടുള്ള എൻ സ്ക്വയർ മൈനസ് 2n എന്ന് തന്നിട്ടുണ്ട്. അത് ഈക്വൽ ടു ആ നമ്പർ എഴുതണം. എത്ര? 2499 എഴുതണം. ഇനി നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ ചെയ്തുകൂടെ? വളരെ ഈസിയാണ്. എൻ സ്ക്വയർ മൈനസ് 2n പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ മാത്രം ആഡ് ചെയ്താൽ മതിയോ? പോരാ, അപ്പുറത്ത് എഴുതണം. അപ്പുറത്തും ഞാൻ 1 സ്ക്വയർ ആഡ് ചെയ്യുന്നു. ഇനി എന്ത് സംഭവിക്കും? നോക്കിയേ, n മൈനസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2500. ആ സ്ക്വയറിന് നമ്മൾ അങ്ങോട്ട് നാട് കടത്താൻ പോവാണ്. സോ ദാറ്റ് ഈസ് n മൈനസ് 1 ഈസ് ഈക്വൽ ടു റൂട്ട് 2500. ദാറ്റ് ഈസ് ഈക്വൽ ടു n മൈനസ് 1 ഈസ് ഈക്വൽ ടു 50. ഈ മൈനസ് 1 അപ്പുറത്തേക്ക് പോയാൽ n ഈസ് ഈക്വൽ ടു എന്താ? 50 പ്ലസ് 1. ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു 51. ഓ ഗയാ.